റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നു. റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ഇന്ത്യ സംഭാവന നൽകുന്നു. ഇതാണ് ട്രംപ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉയർത്തിയ വിമർശനം. അതിന്റെ ഭാഗമായിട്ടാണ് 50% തീരുവ ഇന്ത്യക്ക് മേൽ ചുമത്തിയത്. അമേരിക്ക ചുമത്തുന്ന ഏറ്റവും ഉയർന്ന തീരുവ. അതിനുശേഷം ഇന്നലെ ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞത്, മോദിയുമായി ഞാൻ സംസാരിച്ചിരുന്നു, എണ്ണ വാങ്ങുന്നത് നിർത്താമെന്ന് പ്രധാനമന്ത്രി വാക്ക് നൽകിയിട്ടുണ്ട് എന്നതാണ് ട്രംപ് സൂചിപ്പിച്ചത്. ട്രംപ് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, ഒരു ഏർപ്പാട് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അത് പെട്ടെന്ന് നിർത്താനാവില്ല, അതിന് കുറച്ച് സമയമെടുക്കും. കുറച്ച് സമയമെടുത്തതിന് ശേഷം എന്തായാലും താൻ പറഞ്ഞതിലേക്ക് എത്തും. തനിക്ക് നേരത്തെ തന്നെ ഇത് താല്പര്യമില്ലാതിരുന്ന ഒരു കാര്യമാണ്, അക്കാര്യം ഞാൻ സൂചിപ്പിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് തനിക്ക് മോദിയിൽ നിന്ന് അതിൽ ഉറപ്പ് ലഭിച്ചിരിക്കുന്നു എന്നതാണ് ട്രംപ് അവകാശപ്പെട്ടത്. ഇപ്പോൾ ട്രംപിന് ആ അവകാശവാദത്തിനുള്ള മറുപടി ഇന്ത്യ കൃത്യമായി നൽകുകയാണ്. ഇന്ത്യ മാത്രമല്ല, റഷ്യയും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ജനങ്ങളുടെ ഉപഭോഗത്തിന്റെ സാഹചര്യങ്ങൾക്കനുസൃതമായാണ് ഇന്ത്യ ഈ എണ്ണ വാങ്ങൽ എങ്ങനെ വേണം എന്ന കാര്യം നിശ്ചയിക്കുന്നത് എന്നതാണ് ഇതിൽ വിദേശകാര്യ മന്ത്രാലയം ട്രംപിന് നൽകിയിരിക്കുന്ന മറുപടി. അപ്പോൾ ഇന്ത്യയുടെ തീരുമാനങ്ങൾ സംബന്ധിച്ച്, എന്തുകൊണ്ടാണ് അവിടെ നിന്ന് എണ്ണ വാങ്ങുന്നത് എന്നത് സംബന്ധിച്ച് നേരത്തെ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരുന്നു. ഇന്ത്യ ആവർത്തിച്ച് പറയുന്നത്, അത് നമ്മളുടെ ഉപഭോഗത്തിനനുസരിച്ച് അതിനനുസൃതമായിട്ടുള്ള വിപണിയുടെ സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള തീരുമാനം ആയിരിക്കും എപ്പോഴും എണ്ണ വാങ്ങുന്ന കാര്യത്തിൽ ഉണ്ടാവുക എന്നതാണ്. അക്കാര്യം ആവർത്തിക്കുകയാണ് ഇന്ന് രൺധീർ ജയ്സ്വാളും ചെയ്തിരിക്കുന്നത്. എന്തായാലും ആദ്യം ട്രംപ് എന്താണ് ഈ വിഷയത്തിൽ പറഞ്ഞതെന്ന് കേൾക്കാം. Great relationship. He just said that 2 days ago, as you know. We have a great relationship. No, we were not happy with him buying oil from Russia, because that lets Russia continue on with this ridiculous war where they've lost 1.5 million people, by the way. Russia's lost 1.5 million people, soldiers mostly. This is a war that should have never started, but it's a war that Russia should have won in the first week, and they're going into the 4th year, and I want to see it stop. So I was not happy that India was buying oil, and he assured me today that they will not be buying oil from Russia. That's a big stop. അപ്പോൾ ഇതൊരു വലിയ ചുവടുവയ്പ്പാണ് എന്നതാണ് ട്രംപ് അവകാശപ്പെടുന്നത്. സാമ്പത്തികമായി റഷ്യയെ ഒറ്റപ്പെടുത്തുക എന്നതാണ് ട്രംപ് ലക്ഷ്യമിടുന്നത്. ആ ലക്ഷ്യത്തിലേക്കുള്ള വലിയൊരു ചുവടുവയ്പ്പാണ് ഇന്ത്യയെ കൊണ്ട് എണ്ണ വാങ്ങുന്നത് നിർത്തിപ്പിക്കാം എന്ന് പറഞ്ഞത്. മോദി തന്നോട് അക്കാര്യം വാഗ്ദാനം ചെയ്തത് വലിയ ചുവടുവയ്പ്പാണ് എന്ന് ട്രംപ് അവകാശപ്പെടുന്നു. ഇത് മാത്രവുമല്ല, റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് ചൈനയാണ്. പക്ഷേ ചൈനയ്ക്ക് പിഴത്തീരുവ ഇന്ത്യയുടേതത്ര ഏർപ്പെടുത്തിയിട്ടില്ല ട്രംപ് എന്ന കാര്യം ഓർക്കണം. പിഴത്തീരുവ ഏർപ്പെടുത്തിയിട്ടില്ല എന്ന കാര്യം ഓർക്കണം. അപ്പോൾ ആ ചൈനയെ കൂടി ഈ പാതയിലേക്ക് കൊണ്ടുവരാൻ കഴിയും, അതിനാണ് താൻ ശ്രമിക്കുന്നത് എന്നതാണ് മോദി ഉറപ്പ് നൽകി എന്ന് പറഞ്ഞതിന് ശേഷം ട്രംപ് പറയുന്നത്. അപ്പോൾ ഇന്ത്യയും ചൈനയും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ഏറ്റവും വലിയ ഉപഭോക്താക്കൾ, അവരെ രണ്ടുപേരെയും തന്റെ വരുതിക്ക് കൊണ്ടുവരാൻ കഴിയുന്നു. ഇന്ത്യയുടെ കാര്യത്തിൽ താൻ അത് നടപ്പാക്കി കഴിഞ്ഞു, എനിക്ക് ഉറപ്പ് ലഭിച്ചു കഴിഞ്ഞു, ചൈനയും ഈ രീതിയിൽ കൊണ്ടുവരും, ഇതൊരു വലിയ ചുവടുവയ്പ് എന്നതായിരുന്നു ട്രംപിന്റെ അവകാശവാദം. എന്തായാലും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നിർത്തിയത് താനാണ് എന്ന് 45-ലധികം തവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ട്രംപ്. പാകിസ്ഥാന്റെ മന്ത്രിമാർ പോലും നിഷേധിച്ചിട്ടും ഇപ്പോഴും പല കിട്ടുന്ന വേദികളിലൊക്കെ ട്രംപ് അത് ആവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ഒരു അവകാശവാദം ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോഴാണ് ഇന്ത്യ ശക്തമായ മറുപടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നൽകുന്നത്. വിദേശകാര്യ മന്ത്രാലയം ഇതിൽ പറഞ്ഞത്, ഇന്ത്യ എണ്ണയുടെയും വാതകത്തിന്റെയും പ്രധാന ഇറക്കുമതിക്കാരാണ്. നമുക്ക് ഇത് ഇറക്കുമതി ചെയ്താൽ മാത്രമേ ഇത് ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ അസ്ഥിര ഊർജ്ജ സാഹചര്യത്തിൽ ഇന്ത്യൻ ഉപഭോക്താക്കളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് ഞങ്ങൾ എപ്പോഴും മുൻഗണന നൽകുന്നത്. ഞങ്ങളുടെ ഇറക്കുമതി നയത്തിൽ പൂർണ്ണമായും ഈ ലക്ഷ്യം അടിസ്ഥാനമാക്കിയുള്ളതാണ്. വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീപ് ജയ്സ്വാളാണ് ഇത് പറഞ്ഞത്. ഊർജ്ജ വിലയും സുരക്ഷിതമായ വിതരണവും ഉറപ്പാക്കുക എന്നത് ഞങ്ങളുടെ ഊർജ്ജ നയത്തിന്റെ ലക്ഷ്യങ്ങളാണ്. വിപണി സാഹചര്യങ്ങൾക്കനുസരിച്ച് ഊർജ്ജ സ്രോതസ്സുകൾ വിപുലീകരിക്കുന്നതും വൈവിധ്യവൽക്കരിക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് രൺധീർ ജയ്സ്വാൾ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം റഷ്യയുടെ പ്രതികരണം ഈ വിഷയത്തിൽ വരുന്നത് എന്തുവാണെന്ന് നോക്കിയാൽ, റഷ്യൻ എണ്ണ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രധാനപ്പെട്ടതാണ് എന്നത് റഷ്യ തന്നെ ചൂണ്ടിക്കാട്ടുകയാണ്. കാരണം ഏറ്റവും വില കുറഞ്ഞ എണ്ണയാണ് റഷ്യയിൽ നിന്ന് നമുക്ക് വില കുറച്ചാണ് എണ്ണ ലഭിക്കുന്നത്. ആ വിലയ്ക്ക് ഇന്ത്യക്ക് എണ്ണ ലഭിക്കുന്നത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് റഷ്യ പ്രതികരിക്കുന്നു. ഇന്ത്യൻ സർക്കാരിന്റെ നയത്തിനനുസരിച്ചാണ് ഇരു രാഷ്ട്രങ്ങളും മുന്നോട്ട് പോകുന്നത്. ഇത് ഇന്ത്യൻ ജനതയുടെയും ദേശീയ സമ്പദ് വ്യവസ്ഥയുടെയും താൽപ്പര്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതാണ്. ആ ലക്ഷ്യങ്ങൾ
റഷ്യ ഇന്ത്യ ബന്ധങ്ങൾക്ക് വിരുദ്ധമാകില്ല ഒരിക്കലും എന്നത് റഷ്യ ട്രംപിനോട് പറയുകയാണ്. എണ്ണ വാതക വിഷയങ്ങളിൽ ഇന്ത്യയുമായുള്ള സഹകരണം തുടരും എന്നും റഷ്യ ഔദ്യോഗികമായി തന്നെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇന്ത്യക്ക് ആവശ്യമാണ്, ഞങ്ങൾ ഈ ബന്ധം പരസ്പര സഹകരണത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്, അതിനിയും തുടരും എന്നതാണ് ട്രംപിനോട് റഷ്യ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ റഷ്യ ഒപ്പം തന്നെ ഇന്ത്യ ട്രംപ് പറഞ്ഞതിനുള്ള കൃത്യമായ മറുപടി നൽകുന്നു. പക്ഷേ നമ്മളെ സംബന്ധിച്ച് അധിക തീരുവ ഏർപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതാണ്. കഴിഞ്ഞ മാസത്തെ ഒക്കെ കയറ്റുമതി നോക്കിയാൽ നമ്മളുടെ കയറ്റുമതിയുടെ നിരക്കിൽ വന്നിട്ടുള്ള മാറ്റം, ഈ താരിഫ് അതിനെ ബാധിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ്. അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയിൽ വലിയ കുറവ് രേഖപ്പെടുത്തുന്നു. അത് സ്വാഭാവികമായും നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അമേരിക്കയുമായി വ്യാപാര കരാറിൽ ഏർപ്പെടുക എന്നത് ഇന്ത്യയുടെ പ്രഖ്യാപിത ലക്ഷ്യം തന്നെയാണ്. ആ ചർച്ചകൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ട്രംപിന്റെ ഭീഷണിക്ക് വഴങ്ങാതെ എങ്ങനെ വ്യാപാര കരാർ സാധ്യമാക്കാം എന്നതാണ് ഇന്ത്യയുടെ പരിശ്രമം. അപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. ഇതിൽ ഒരു കാര്യം വ്യക്തമാക്കേണ്ടത്, രൺദീപ് ജയ്സ്വാൾ തന്നെ പറഞ്ഞു നിർത്തുന്നു, വിപണി സാഹചര്യങ്ങൾക്കനുസൃതമായാണ് എണ്ണ വാങ്ങുന്നത്, പക്ഷേ ആ സാഹചര്യങ്ങൾ വിപുലീകരിക്കാൻ തങ്ങൾ ശ്രമിച്ചു വരികയാണ് എന്നൊരു കാര്യം രൺദീപ് ജയ്സ്വാൾ വിശദമാക്കുന്നുണ്ട്. അമേരിക്കയിൽ നിന്നുൾപ്പെടെ എണ്ണ വാങ്ങുന്ന സാഹചര്യങ്ങൾ പരിശോധിക്കുന്നു എന്നതാണ് അദ്ദേഹം പറഞ്ഞു നിർത്തുന്നത്. അപ്പോൾ വിദേശകാര്യ മന്ത്രാലയം ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യുകയാണ്, അമേരിക്കയിൽ നിന്ന് എണ്ണ വാങ്ങാനുള്ള നീക്കം നടക്കുന്നുണ്ട് എന്നതാണ്. അത് അമേരിക്കയിൽ നിന്ന് ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യാനുള്ള നീക്കം തുടങ്ങിയിരിക്കുന്നു. റഷ്യയിൽ നിന്ന് വാങ്ങുന്ന എണ്ണയ്ക്ക് പുറമെ അമേരിക്കയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യാനുള്ള നീക്കമാണ് നടക്കുന്നത്. അപ്പോൾ ഇന്ത്യയുമായുള്ള വ്യാപാരത്തിൽ ട്രംപിനെ അലോസരപ്പെടുത്തിയിരുന്ന കാര്യം, വ്യാപാര കമ്മിയാണ് ഇന്ത്യയുമായി കച്ചവടം നടത്തുമ്പോൾ അമേരിക്കയ്ക്ക് ബാക്കിയുള്ളത്. അത് ഏതാണ്ട് 47 ബില്യണിൻ്റെ കുറവ് വരുന്നുണ്ട് എന്ന തരത്തിലാണ്. അപ്പോൾ ഒരു വലിയ നഷ്ടക്കച്ചവടമാണ് ഇന്ത്യയുമായുള്ള കച്ചവടം തങ്ങൾക്കുണ്ടാക്കുന്നത് എന്നതാണ് ട്രംപ് പറയുന്നത്. അപ്പോൾ ആ വ്യാപാര കമ്മി കുറയ്ക്കുക എന്നതാണ് ട്രംപിന്റെ ലക്ഷ്യം. അതിനാണ് ട്രംപ് സാമ്പത്തികമായിട്ടുള്ള ചില നീക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്. അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കുന്നതിന് ഇന്ത്യ അമേരിക്കയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യാനുള്ള സാധ്യതകളുണ്ട് എന്നതാണ് വിദേശകാര്യ വക്താവിന്റെ പരാമർശങ്ങൾ നൽകുന്ന സൂചന. അത്തരം നീക്കങ്ങൾ ഇന്ത്യ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അത് സാധ്യമാവുകയാണ് എങ്കിൽ ഈ വ്യാപാര കമ്മി അമേരിക്കയ്ക്കുണ്ടാകുന്നത് കുറയ്ക്കാൻ ആ നടപടിയിലൂടെ കഴിയും. അത് ട്രംപിനെ സന്തോഷിപ്പിക്കുന്നതായിരിക്കും. അങ്ങനെ ട്രംപിന് ഒരു ആശ്വാസം ഈ കാര്യത്തിൽ ഉണ്ടാകും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. US-ൽ നിന്ന് അധികമായി $15 ബില്യൺ എണ്ണ വാങ്ങാൻ ഇന്ത്യക്ക് കഴിയും എന്നതാണ് ഇപ്പോൾ കേന്ദ്ര മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ എന്ന് മനസ്സിലാകുന്നു. അങ്ങനെയാണെങ്കിൽ അത് ഈ വ്യാപാര കമ്മി കുറയ്ക്കുകയും ട്രംപിനെ സന്തോഷിപ്പിക്കുകയും ചെയ്യും എന്നതാണ് നമ്മുടെ പ്രതീക്ഷ. നേരത്തെ ചോളം ഇറക്കുമതിയുമായി ബന്ധപ്പെട്ടൊക്കെ വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുന്നതിന് ഇന്ത്യ ചില ഇളവുകളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരുന്നു, അല്ലെങ്കിൽ കുറച്ച് ഇളവുകൾക്ക് സന്നദ്ധമാണ് എന്ന കാര്യം ഇന്ത്യ അറിയിച്ചിരുന്നു. അപ്പോൾ അത്തരം ഒരു നീക്കം നടക്കുന്നുണ്ട് എന്നത് സ്ഥിരീകരിക്കുകയാണ് ഇന്ന് വിദേശകാര്യ മന്ത്രാലയം ചെയ്തിരിക്കുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഇതിനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. കാരണം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് രാഹുൽ രംഗത്ത് വരുന്നത്. ട്രംപിന്റെ ഭീഷണിക്ക് മോദി വഴങ്ങിയിരിക്കുന്നു എന്ന ഒരു വിമർശനമാണ് രാഹുൽ ഗാന്ധി ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്നത്. അപ്പോൾ എണ്ണ വാങ്ങുന്നില്ല എന്ന് തീരുമാനിച്ചു എന്ന കാര്യമാണ് ട്രംപ് അവകാശപ്പെടുന്നത്. പക്ഷേ അത്തരമൊരു തീരുമാനം എടുത്തിട്ടില്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ആരോപണം ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങില്ലെന്ന് തീരുമാനിക്കാനും പ്രഖ്യാപിക്കാനും ട്രംപിനെ അനുവദിക്കുന്നു, അത് ഭയന്നിട്ടാണ് എന്നതാണ് സൂചിപ്പിക്കുന്നത്. 5 പോയിന്റുകളാണ്, 5 കാരണങ്ങളാണ് മോദി ട്രംപിനെ ഭയപ്പെടുന്നു എന്ന് കാണിക്കാൻ രാഹുൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതിലൊന്നാണിത്. 2, ആവർത്തിച്ചുള്ള അവഗണനകൾക്കിടയിലും ട്രംപിന് അഭിനന്ദന സന്ദേശങ്ങൾ അയക്കുന്നത് മോദി തുടരുന്നു, അത് ഭയന്നിട്ടാണെന്ന് പറയുന്നു. ട്രംപ് പങ്കെടുത്ത ഈജിപ്തിലെ ഷാം അൽ ഷേഖിൽ നടന്ന ഗസ സമാധാന ഉച്ചകോടിയിൽ നിന്ന് മോദി വിട്ടുനിന്നത് ഭയന്നിട്ടാണെന്ന് പറയുന്നു. ധനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനം റദ്ദാക്കിയത് ഭയന്നിട്ടാണ് എന്ന് പറയുന്നു. പാകിസ്ഥാനെതിരെ ഇന്ത്യൻ സേന നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചത് സംബന്ധിച്ച ട്രംപിന്റെ ആവർത്തിച്ചുള്ള അവകാശവാദത്തെ മോദി ഖണ്ഡിക്കാൻ തയ്യാറാകുന്നില്ല, അതും ട്രംപിനെ മോദി ഭയക്കുന്നതിന്റെ സൂചനയാണ് എന്നതാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അപ്പോൾ ഇതാണ് രാഷ്ട്രീയ വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്നത്. പക്ഷേ ഇന്ത്യ ശരിക്ക് ട്രംപിനുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. അത് താരിഫ് വർധനയ്ക്കിടയിൽ അതിനെ കൂസാതെ അത് മാനേജ് ചെയ്തു പോകാനുള്ള തീരുമാനമാണ് ഇന്ത്യ സ്വീകരിച്ചിരുന്നത്.
അതിനുശേഷം വ്യാപാര ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സന്നദ്ധത ട്രംപ് തന്നെ അറിയിക്കുന്ന സാഹചര്യമുണ്ടായി. ആ ചർച്ചകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിൽ കാലതാമസം ഉണ്ടാകുന്നു എന്നതൊരു വസ്തുതയാണ്. എത്രയും പെട്ടെന്ന് കരാർ യാഥാർത്ഥ്യമാക്കുക എന്നതാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഈ തീരുവ വർദ്ധിച്ചു തന്നെ നിന്നാൽ അത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഉലയ്ക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാതെ ഇരുന്നാൽ, വില കുറഞ്ഞ എണ്ണ വാങ്ങാതെ ഇരുന്നാൽ അതും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഉലയ്ക്കും. ഇവിടെ എണ്ണ വില കൂടും. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കും. അപ്പോൾ ഇതിനൊക്കെ ഇടയിൽ നിന്നുകൊണ്ടുള്ള സമവായത്തിന്റെ പാതയാണ് ഒരു രാഷ്ട്രം എന്ന നിലയിൽ ഇന്ത്യക്ക് സ്വീകരിക്കാൻ കഴിയുക. ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ സാമ്പത്തിക മേഖലയെ ഉലയ്ക്കാത്ത നിലയിൽ മുന്നോട്ട് പോവുക എന്നതാണ് വളരെ പ്രധാനം. അവിടെയാണ് ഇപ്പോൾ ഒരു നിർണായക ചുവടുവയ്പ് ഇന്ത്യ നടത്തുന്നു എന്ന് നമ്മൾ കരുതേണ്ടത്. അത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരും. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ നിന്നും എണ്ണ വാങ്ങും. അങ്ങനെ അമേരിക്കയുടെ ഇപ്പോഴുണ്ടായിട്ടുള്ള അനിഷ്ടം അല്പം കുറയ്ക്കാൻ, അവർക്കുണ്ടാകുന്ന നഷ്ടം നികത്താൻ, അതോടൊപ്പം തന്നെ വ്യാപാര കരാർ യാഥാർത്ഥ്യമാക്കാൻ ഉള്ള നീക്കമാണ് നടക്കുന്നത് എന്നതാണ് മനസ്സിലാകുന്നത്. അതിനപ്പുറം ട്രംപിന്റെ അവകാശവാദങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. അത് ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിയത് താനാണ് എന്ന ബഡായി പോലെ ഉള്ള അവകാശവാദം മാത്രമാണ് എന്നതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. All issues that are of importance to both sides will be discussed. We'll be giving you more information in that regard as and when the meetings, some of the other meetings that take place. Uma, yes, the Brazilian foreign minister is here. He has. I think today he had several meetings. Yesterday he arrived. The Vice President is also in charge of Trade and Commerce, I understand, and several other portfolios. On oil, yes, India is buying oil from Brazil. As to what quantity and how much, etc., these are. I'm not in a position to tell you exactly, but let me see if I can get these facts for you. I understand that these facts are also available on the website of Ministry of Petroleum and Natural Gas, so you can have a look there.